പഠിക്കുന്നുണ്ട്. ആ മദ്രസയിലെ 5ാം ക്ലാസ്സിലെ ഒരു കുട്ടി, പേര് മുഹമ്മദ് സ്വാദിഖ് എന്ന പേരുള്ള ഒരു കുട്ടിയാണ്. നല്ല മിടുക്കനായ ഒരു കുട്ടിയാണ്. മിടുക്കൻ എന്ന് പറഞ്ഞാൽ പോരാ, നല്ല മിടുക്കനായ ഒരു കുട്ടി. 1ാം ക്ലാസ് മുതൽക്ക് തന്നെ എല്ലാ പരീക്ഷയിലും ഫുൾ മാർക്ക് വാങ്ങിയ ഒരു കുട്ടി. ഉസ്താദുമാരൊക്കെ സൂക്ഷ്മം പരിശോധിക്കും. പേപ്പറൊക്കെ ഒരു ഫത്ഹ വിട്ടിട്ടുണ്ടെങ്കിൽ, ഒരു ഗസൽ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കെങ്കിലും കുറക്കാമായിരുന്നു എന്ന് കരുതി സൂക്ഷ്മം പരിശോധിച്ചിട്ടും ഒരു മാർക്ക് പോലും 1 മുതൽ പഠിച്ചിട്ട് ആ കുട്ടിയുടെ ഒരൊറ്റ പരീക്ഷയ്ക്ക് പോലും കുറക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു കുട്ടി 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. മദ്രസ തുറന്നു. 5ാം ക്ലാസ്സൊക്കെ തുടങ്ങി. 1ാമത്തെ ദിവസം കുട്ടി വരുന്നില്ല. 2ാമത്തെ ദിവസം നോക്കി കുട്ടി വരുന്നില്ല. ഉസ്താദ് കരുതി സാധാരണ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും, അതുകൊണ്ടായിരിക്കും വരാത്തത് എന്ന് കരുതി. 3ാമത്തെ ദിവസം കുട്ടി വരാത്തത് കണ്ടപ്പോൾ ഉസ്താദ് ഉപ്പാക്ക് വിളിച്ചിട്ട് അന്വേഷിച്ചു, നമ്മുടെ സ്വാദിഖ് മോൻ എവിടെ? സ്വാദിഖ് മോനെ കാണാനില്ലല്ലോ. ഉപ്പ പറഞ്ഞു, ഉസ്താദേ ഓന് ഇനി മദ്രസക്ക് വരുന്നില്ല, ഓന് മദ്രസ നിർത്തുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദിനാകെ അത്ഭുതം തോന്നി. നല്ല പഠിക്കണ കുട്ടി, അതും 5ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. 5ാം ക്ലാസ് പോലും പൂർത്തീകരിക്കാതെ മദ്രസ നിർത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദിന് വല്ലാത്ത അത്ഭുതം തോന്നി. ഉസ്താദ് ചോദിച്ചു, എന്താണ് മദ്രസ നിർത്താനുള്ള കാരണം? അത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഉസ്താദേ, സ്കൂളിൽ കുറേ പഠിക്കാനുണ്ട്. സ്കൂളിൽ ഇങ്ങനെ പഠിക്കുമ്പോൾ മദ്രസക്ക് പോകുമ്പോൾ പ്രയാസമാണ്, അതോടെ മദ്രസ നിർത്തുകയാണ് എന്ന് പറഞ്ഞു. ഉസ്താദ് ഒന്നും പറയാതെ ഫോണ് കട്ട് ചെയ്തു. മദ്രസ വിട്ടു. നേരെ ഉസ്താദിനെ കൂട്ടി, മദ്രസ സെക്രട്ടറിനെ കൂട്ടി നേരെ വീട്ടിലേക്ക് പോയി. ഉപ്പാനോട് സംസാരിച്ചു, പല വിധത്തിൽ ഉപദേശിച്ചു നോക്കി. ഉപ്പ പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടീനെ ഒരു ഡോക്ടർ ആക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അവന് അതിൽ ആത്മാർത്ഥമായിട്ട് പഠിക്കണം, കഠിനാധ്വാനം ചെയ്ത് പഠിക്കണം, എങ്കിലേ ഓനെ നല്ലൊരു മികച്ച ഡോക്ടറാക്കി മാറ്റാൻ കഴിയുള്ളൂ. ഇപ്പം രാവിലെ മദ്രസയ്ക്ക് വന്ന് 2-3 മണിക്കൂർ പഠിക്കുമ്പോൾ അത്ര സമയം എൻ്റെ കുട്ടിക്ക് നഷ്ടപ്പെടില്ലേ, അതുകൊണ്ട് എൻ്റെ കുട്ടി മദ്രസയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ കുട്ടി അത് കേൾക്കുകയാണ്. കുട്ടി ഉപ്പാനോട് പറഞ്ഞു, പാ പ്ലീസ് ഞാൻ പോകട്ടെ, ഞാൻ മദ്രസയ്ക്ക് പോകട്ടെ, എനിക്ക് മദ്രസ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പ പറഞ്ഞു, മോനെ ഇജ്ജ് പോകണ്ട, എനിക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കാൻ അവസരം ഉണ്ടാവും. ഏതായാലും ഉപ്പാന്റെ നിർബന്ധത്തിന് വഴങ്ങി കുട്ടി മദ്രസ പോക്ക് അവസാനിപ്പിച്ചു. അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. കുട്ടി 10ാം ക്ലാസ്സിലെത്തി. SLC പരീക്ഷ എഴുതി. ഫുൾ മാർക്കോട് കൂടെ കുട്ടി പാസ്സായി. ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ, ഫുൾ A+ അല്ല, ഫുൾ മാർക്കോട് കൂടെ കുട്ടി SLC പാസ്സായി. കുട്ടി ഡോക്ടർ ആവാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. സയൻസ് തന്നെ തിരഞ്ഞെടുത്തു. ഉദ്ദേശിച്ച സ്കൂളിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചു. സയൻസിന് പഠിച്ചു. ഹയർ സെക്കൻഡറി പഠനം 2 വർഷം പൂർത്തീകരിച്ച് ഫുൾ മാർക്കോട് കൂടെ തന്നെ സയൻസ് പാസ്സായി. പിന്നെ MBBS ആണ് അടുത്ത ലക്ഷ്യം. എൻട്രൻസ് അതും പാസ്സായി. MBBSന് ഉദ്ദേശിച്ച മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചു. MBBS ഒക്കെ കഴിഞ്ഞ് വർഷങ്ങളുടെ പഠനത്തിന് ശേഷം നല്ല ഒരു മികച്ച ഡോക്ടറായിട്ട് ആ കുട്ടി പുറത്തിറങ്ങി. ആ കുട്ടി പുറത്തിറങ്ങി നാട്ടിലെ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറായി സേവനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മിടുക്ക് കണ്ട്, അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതികൾ കണ്ട് കുറേ ആളുകൾ, രോഗികൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മാസ വരുമാനം ലക്ഷങ്ങളാണ്. പ്രസിദ്ധനായ ഒരു ഡോക്ടർ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഒരു ദിവസം അദ്ദേഹം ക്ലിനിക്കിൽ ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തല കറങ്ങി വീണു. യുവാവാണ്, കല്യാണം പോലും കഴിച്ചിട്ടില്ല, തല കറങ്ങി വീണു. ഹോസ്പിറ്റലിൽ തന്നെ ആയതുകൊണ്ട് അടുത്തുള്ള ഡോക്ടേഴ്സും എല്ലാവരും ഓടി വന്ന് എടുത്തുകൊണ്ടുപോയി കൃത്യമായ ഒബ്സർവേഷൻ നടത്തി, കൃത്യമായ പരിശോധന നടത്തി. എന്താണെന്ന് ഡോക്ടേഴ്സിന് വ്യക്തമാവുന്നില്ല. ഡോക്ടറായതുകൊണ്ട് തന്നെ എല്ലാ ഡോക്ടേഴ്സും ഏറ്റവും ഉന്നതമായ ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ടു. പലവിധ ടെസ്റ്റുകൾ നടത്തി, ദിവസങ്ങളോടെ പലവിധ ടെസ്റ്റുകൾ നടത്തി. അവസാനം രോഗം കണ്ടെത്തി.
ലോകത്ത് തന്നെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായി കാണുന്ന രോഗം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ 1-2 ആളുകൾ മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു രോഗമാണ് ഇയാൾക്ക് പിടിപെട്ടിട്ടുള്ളത്. അയാളെ പെട്ടെന്ന് തന്നെ ഐസിയുവിലേക്ക് മാറ്റി. വിദേശത്തേക്കൊക്കെ അന്വേഷിച്ചു, എവിടെയെങ്കിലും ഇതിന് ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്ന്. എവിടെയും അതിന് കൃത്യമായൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് തന്നെയാണ്. വിദേശത്തേക്കൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് ഉറപ്പിച്ചു. ഏതായാലും തവക്കൽതു അലല്ലാഹ് എന്ന മട്ടിൽ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ അദ്ദേഹം ഐസിയുവിൽ ഇങ്ങനെ കിടക്കുക. ദിവസങ്ങൾ ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ച് അദ്ദേഹം ക്ഷീണിതനായിക്കൊണ്ടേയിരിക്കുക. അവസാനം അദ്ദേഹം മരണത്തിലേക്ക് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് അദ്ദേഹം ഉപ്പാനെ വിളിച്ചു. ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ, ഞാൻ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നേടിയിട്ടുണ്ടല്ലോ, ഒരുപാട് ഞാൻ പഠിച്ച് സർട്ടിഫിക്കറ്റുകളൊക്കെ നേടി, ഞാൻ മരിക്കാൻ പോകുവാണ്. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ സർട്ടിഫിക്കറ്റ് മുഴുവനായിട്ട് എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഉപ്പാക്ക് കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു. ഉപ്പ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ആളെ വിട്ട് ഒരു വലിയ പെട്ടി നിറയെ സർട്ടിഫിക്കറ്റുകളുണ്ട്. വ്യത്യസ്തമായ കോഴ്സുകളും വ്യത്യസ്തമായ മേഖലകളിലൊക്കെ വിജയിച്ച് നേടിയ സർട്ടിഫിക്കറ്റുകൾ. ആ സർട്ടിഫിക്കറ്റ് മുഴുവനും കൊണ്ടുവന്ന് ആ മകൻ്റെ കയ്യിൽ കൊടുത്തു. മകൻ ഇങ്ങനെ ഓരോ സർട്ടിഫിക്കറ്റും ഇങ്ങനെ ഇങ്ങനെ നോക്കി. അവസാനത്തെ സർട്ടിഫിക്കറ്റ് മറിച്ചതിന് ശേഷം ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ, ഇതൊക്കെ എത്ര സർട്ടിഫിക്കറ്റാ, എത്ര വിലമതിക്കുന്ന സർട്ടിഫിക്കറ്റാ. ഇതിൽ നിന്ന് ഒരൊറ്റ സർട്ടിഫിക്കറ്റും നാളെ ആഖിറത്തിലേക്ക് എനിക്ക് ഉപകരിക്കൂലല്ലോ. ദുനിയാവിലേക്ക് ഇതൊക്കെ എനിക്ക് എല്ലാം മുതൽക്കൂട്ടാണ്. പക്ഷേ ഞാൻ മരിക്കാൻ പോവാണ്. മരിച്ചു കഴിഞ്ഞാൽ ഇതിലൊരൊറ്റ സർട്ടിഫിക്കറ്റ് എനിക്ക് ഉപകരിക്കൂലല്ലോ. ഞാൻ മദ്രസ പഠിക്കാൻ വേണ്ടി വല്ലാത്ത ആഗ്രഹം പ്രകടിപ്പിച്ചു. നിങ്ങളതിന് തടസ്സം നിന്നു. എൻ്റെ മദ്രസ പഠനം അതോടുകൂടെ മുടങ്ങി. പടച്ച റബ്ബിനെ കുറിച്ച്, കൃത്യനിബിധങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ അവസാനമായിട്ട് കണ്ണീരോടെ സങ്കടത്തോടെ നിങ്ങളോട് ഉപദേശിക്കാൻ, ഇനി ഇതുപോലത്തെ ഒരു സാഹചര്യം ഒരു മക്കൾക്കും ഉണ്ടാവരുത്. ഇത് കേട്ടതും ഉപ്പാൻ്റെ കൈകാലുകൾ വറക്കാൻ